എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമീസ് ഫണ്ടമെൻ്റൽ റോബസ്റ്റ് എമിഡ്സ് സ്ട്രോങ് ഡൗൺ സൈഡ്സ്. ഓക്കെ, ഇത് നമുക്കറിയാം എക്കണോമിക് സർവേ വന്നു. എക്കണോമിക് സർവേ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഡേറ്റ പോയിൻറ്റ്സും കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പം എക്കണോമിക് സർവേയുടെ സെഷൻസ് എന്താണെങ്കിലും നിങ്ങൾക്ക് എടുക്കും. പക്ഷേ ഒരു ബേസിക് ആയിട്ട് എക്കണോമിക് സർവേയിൽ എന്തൊക്കെയാണ് ഇപ്രാവശ്യത്തെ എക്കണോമിക് സർവേ പറയുന്നതെന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു DNA നോക്കുന്നുണ്ട്. ഓക്കെ, ഇത് GS3 എക്കണോമി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഇന്ത്യസ് ടൈഗർ പോപ്പുലേഷൻ റോസ് ടു 30% ഓവർ 2 decades. ഇത് GS3 എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എന്ന ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള ന്യൂസാണ്. പിന്നെ നമുക്കറിയാം UPSCക്ക് ചില ടോപ്പിക്കുകൾ വളരെ ഇഷ്ടമാണ് ചോദിക്കാൻ. ഒന്നാണ് ടൈഗർ പോപ്പുലേഷൻ, അതുപോലെ തന്നെ എലിഫൻ്റ്. ഓക്കെ, അങ്ങനെയുള്ള ചില ആനിമൽസിൻ്റെയൊക്കെ പോപ്പുലേഷൻ, അതിൻ്റെ കൺസർവേഷൻ, അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ട്, അല്ല അതിൻ്റെ ലൊക്കേഷൻ, ഏതൊക്കെ നാഷണൽ റിസർവ്സിൽ, അല്ലെങ്കിൽ ടൈഗർ റിസർവ്സിൻ്റെ ലൊക്കേഷൻ, എലിഫൻ്റ് റിസർവ്സ് ലൊക്കേഷൻ, ചീറ്റ, അങ്ങനെയുള്ള ആനിമൽസൊക്കെ UPSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളിലൊന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് നമ്മുടെ എഡിറ്റോറിയലിലോട്ട് വരുമ്പോൾ എ നോട്ട് ഫോർ ന്യൂ ഡൽഹി ഓൺ ഡീലിംഗ് വിത്ത് ട്രംപ് അമേരിക്ക. ഓക്കെ, അതായത് ട്രംപിൻ്റെ പോളിസീസ് ഇന്ത്യനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എത്രത്തോളം മാറ്റർ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത്. GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസാണ്. നെക്സ്റ്റും IR പെർസ്പെക്റ്റീവ് തന്നെയുള്ള ന്യൂസാണ്. അത് മ്യാൻമർ ഫോർ 4 years അവിടെ ഒരു കണ്ടിന്യൂയിങ് വാർ നടക്കുന്നുണ്ട്, ജുണ്ടായും അതുപോലെ തന്നെ പ്രോ ഡെമോക്രസി ഫോഴ്സസുമായിട്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസല്ല എഡിറ്റോറിയലാണ്. ഓക്കെ, ട്രംപ് അമേരിക്ക എന്ന് പറയുന്നത് നമുക്കറിയാം പ്രീവിയസ്ലി അല്ലെങ്കിൽ എസ്റ്റർഡേ നമ്മൾ നോക്കിയായിരുന്നു അമേരിക്കയായിട്ട് റിലേഷൻ വരുന്നത്. പക്ഷേ ഇത് സുഹാസിനി ഇതിൻ്റെ ഒരു എഡിറ്റോറിയലാണ്, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് ഇസ് എക്കണോമീസ് ഫണ്ടമെൻ്റൽസ് റോബസ്റ്റ് എമിഡ് സ്ട്രോങ് ഡൗൺ സൈഡ്സ്. ഓക്കെ, കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് സർവേ 2024 to 2025 പ്രൊവൈഡ്സ് എ കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് ഇന്ത്യസ് എക്കണോമിക് ട്രജക്ടറി highlighting robust fundamentals. Fundamentally we are strong. Okay, acknowledging പക്ഷേ ഡൗൺ സൈഡ് റിസ്കുകളുണ്ട്. വിത്ത് an estimated GDP growth of 6.8% for 2025 to 2026, India remains one of the fastest growing major economies. പക്ഷേ ഗ്ലോബൽ അൺസർട്ടനിറ്റീസും ഇൻഫ്ലനേറ്ററി പ്രഷേഴ്സും സെക്ടർ ചാലഞ്ചസും നമുക്കെന്താണ് കുറച്ച് കൺസേൺസ് തരുന്നുണ്ട്. Okay, key highlights of the economic survey. First one is strong economic growth with challenges. അതായത് India's GDP is projected to grow at 6.8% in 2025 to 2026, up from 6.2%. അതായത് ലാസ്റ്റ് ഇയർ ഇറ്റ് വാസ് 6.2%. പക്ഷേ ഇപ്പോൾ പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത് GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.8% ആണ്. The economic fundamentals remain robust, driven by investment, output and manufacturing growth. Global uncertainties, geopolitical risk and inflation pose significant challenges. അപ്പോൾ urban demand ട്രെൻഡ്സും ക്യാപിറ്റൽ ഫോർമേഷനും നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് urban demand ട്രെൻഡാണ്. Some factors show resilience while others remain sluggish. ഗ്രീൻ ഷൂട്ട്സ് ഉണ്ട്. ക്യാപിറ്റൽ ഫോർമേഷനിൽ കുറച്ച് പോസിറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രെൻഡ്സ് വരുന്നുണ്ട്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ഫിസിക്കൽ മെഷേഴ്സും ഒരു കീ റോൾ പ്ലേ ചെയ്യും. നമുക്കറിയാം ഇപ്പം ഗവൺമെൻറ് കുറച്ചുകൂടെ സ്റ്റിമുലസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എക്കണോമിക് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, ദ റോൾ ഓഫ് പ്രൈവറ്റ് കൺസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈവറ്റ് കൺസംഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു പീക്ക്, കോൺട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻ്റ്ലി ടു GDP ഗ്രോത്ത്. ഗ്രോത്ത് ഇൻ മിഡിൽ ക്ലാസ് സ്പെൻഡിങ്, ഡിജിറ്റൽ എക്കണോമി ആൻഡ് സർവീസസ് സെക്ടർ ഈസ് ഫ്യൂവലിംഗ് ഡിമാൻഡ്. പക്ഷേ ഇൻഫ്ലേഷൻ ആൻഡ് സപ്ലൈ സൈഡ് കൺസ്ട്രെയിൻസ് റിമെയിൻ കൺസേൺഡ്. ഓക്കെ, പിന്നെ ഡീറെഗുലേഷൻ ആൻഡ് ഫിസിക്കൽ പ്രൂഡൻസ് നമ്മൾ നോക്കുമ്പോൾ സർവേ പ്രിസ്ക്രൈബ്സ് ഡീറെഗുലേഷൻ, സ്ട്രക്ചറൽ റിഫോംസ് ആൻഡ് ഫിസിക്കൽ പ്രൂഡൻസ് ടു മെയിൻറ്റെയിൻ ഗ്രോത്ത് മൊമെൻറ്റം. ഇന്ത്യസ് ഡെപ്റ്റ് ടു GDP റേഷ്യോ റിക്വയർസ് ബെറ്റർ മാനേജ്മെൻറ്റ് ടു ബ്രിഡ്ജ് ദ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇൻ ഗവർണൻസ്. ഓക്കെ, പിന്നെ ഇൻഡിജിനസ് മാനുഫാക്ചറിങ് ഓഫ് EV സെക്ടറിൽ ഒരു പുഷ് വേണ്ട ആവശ്യമുണ്ട്. ഇൻഡിജിനൈസേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീസ് ഈസ് എൻ ഏർജൻറ്റ് ടാസ്ക്. പിന്നെ ഗ്ലോബൽ പ്ലെയേഴ്സ് ഡോമിനേറ്റ് ദ EV മാർക്കറ്റ് ആൻഡ് ഇന്ത്യ നീഡ്സ് ഡൊമസ്റ്റിക് പോളിസീസ് ടു ബൂസ്റ്റ് ലോക്കൽ മാനുഫാക്ചറിങ്. ദ സർവേ റെക്കമെൻഡ്സ് പോളിസി ഇൻസെൻറ്റീവ്സ്
R&D ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ടു സപ്പോർട്ട് EV സെക്ടർ. പിന്നെ വർക്ക് കൾച്ചർ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഇൻ ഇന്ത്യാസ് വർക്ക് ഫോഴ്സ്, അതൊരു വേറൊരു ടോപ്പിക്കാണ്. ഹൈ പ്രഷർ വർക്ക് എൻവയോൺമെൻറ്റ്സ് ആർ അഫക്റ്റിംഗ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇങ്ങനത്തെ കേസിലൊക്കെ നമ്മളിത് എക്കണോമിക് പേഴ്സ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഇസ് ദെയർ, എക്കണോമിക് ഗ്രോത്ത് നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ ഈ ഗ്രോത്തിലുണ്ടാകുന്ന റിസൾട്ട്സ് വെച്ച് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് വെരി പുവർ. ലാക്ക് ഓഫ് സോഷ്യൽ കൊഹഷൻ ആൻഡ് ഹൈ ബേൺഔട്ട് റേറ്റ്സ് ത്രെറ്റൻ വർക്ക് ഫോഴ്സ് സസ്റ്റൈനബിലിറ്റി. പോളിസി മെഷേഴ്സ് ആർ നീഡഡ് ടു ബാലൻസ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് എംപ്ലോയി വെൽബീങ്. പോളിസി ഇംപ്ലിക്കേഷൻസ് ആൻഡ് വേ ഫോർവേഡ് നമ്മൾ നോക്കുമ്പോൾ ബൂസ്റ്റിംഗ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻസെൻറ്റിവൈസിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ടു സസ്റ്റെയിൻ എക്കണോമിക് ഗ്രോത്ത്, സ്ട്രെങ്തനിങ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനുഫാക്ചറിങ്. പിന്നെ മാനേജിങ് ഇൻഫ്ലേഷൻ ആൻഡ് ഫിസിക്കൽ ഡെഫിസിറ്റ്. അതായത് എന്താണ്, നമുക്കറിയാം സപ്ലൈ സൈഡ് ബോൾട്ടിൽനെക്സ് ഉണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പം നമുക്കറിയാം ഇപ്പം ഒരു സാധനത്തിൻ്റെ അവൈലബിലിറ്റി കുറയുവാണ്, പക്ഷേ ഒരു ഹൈ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ സപ്ലൈ കുറയുവാണെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ വരും, അതിൻ്റെ റേറ്റ് കൂടും. ഓക്കെ, അപ്പം സപ്ലൈ സൈഡായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ആക്കി കഴിഞ്ഞാൽ അത് ഇൻഫ്ലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇംപ്ലിമെൻറ്റിംഗ് ഫിസിക്കൽ കൺസോൾട്ടേഷൻ മെഷേഴ്സ് ടു മെയിൻറ്റെയിൻ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി. പിന്നെ സ്ട്രെങ്തനിങ് ലോക്കൽ മാനുഫാക്ചറിങ് ആൻഡ് EV സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ R&Dയും ലോക്കൽ സപ്ലൈ ചെയിൻ ഡെവലപ്മെൻറ്റും കൊണ്ടുവരിക EV സെക്ടറിൽ. പിന്നെ ലോങ് ടേം റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ EV പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നതിനെക്കുറിച്ച്. പിന്നെ ഉള്ളത് വർക്ക് കൾച്ചർ അല്ലെങ്കിൽ എംപ്ലോയി വെൽബീയിങ് ആണ്. എൻകറേജ് കോർപ്പറേറ്റ് മെൻ്റൽ ഹെൽത്ത് പോളിസീസ്, ഹൈബ്രിഡ് വർക്ക് കൾച്ചർ കൊണ്ടുവരിക, ഫ്ലെക്സിബിൾ വർക്ക് എൻവയോൺമെൻറ്റ്സും അതിനകത്ത് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ എക്കണോമിക് സർവേയുടെ ഒരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എക്കണോമിക് സർവേ ഹൈലൈറ്റ്സ് ഇന്ത്യസ് റിസൈലൻറ്റ് ഇക്കണോമിക് ഫണ്ടമെൻറ്റൽസ് വൈൽ അണ്ടർസ്കോറിംഗ് സ്ട്രക്ചറൽ ചാലഞ്ചസ് that need urgent policy action, addressing investment gaps, fiscal prudence, sectoral imbalances and work culture challenges will be key to sustaining India's high growth trajectory in the coming years. Okay, but next news എന്ന് പറയുന്നത് India's tiger population rose 30% over 2 decades. India's tiger population has grown 30% over 2 decades, highlighting country's remarkable success in wildlife conservation. The economic and socio-ecological balance, strong legislative measures and sustainable land use strategies have contributed to this achievement. പക്ഷേ ഇപ്പോഴും ചാലഞ്ചസ് ഉണ്ട്. ഒന്ന് ഹാബിറ്റേറ്റ് ലോസ് ആണ്, ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്, പിന്നെ പോച്ചിങ് ത്രെറ്റ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ടൈഗർ കൺസർവേഷൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, ഗ്രോത്ത് ഇൻ tiger population ആണ്. A study published in Science confirms that India's tiger population increased by 30% in the last 2 decades. India is home to 75% of world's tigers, making it a global leader in tiger conservation. According to 2022 tiger census, India's tiger population stands at 3,167 to 3,925. In 2006 the tiger population എന്ന് പറയുന്നത് ഏകദേശം 1411 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 2018 ആയപ്പോഴേക്കും 2967, അതായത് 2967 ആയി. പിന്നെ 2022 നമ്മൾ ഈ പറഞ്ഞ ഫിഗറിലോട്ട് എത്തിയത്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ടൈഗർ കൺസർവേഷൻ സ്റ്റാറ്റസ് എന്താണ്? ഒന്ന്, ബാലൻസ്ഡ് സോഷ്യോ എക്കോളജിക്കൽ അപ്രോച്ചാണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് അലോങ് സൈഡ് കൺസർവേഷൻ പോളിസീസ്. ലെജിസ്ലേറ്റീവ് പ്രൊട്ടക്ഷൻസ് എന്ന് പറയുമ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഉണ്ട്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCAയും ഇതിനകത്ത് വെൽ പ്ലേഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു നമ്മൾ ഇപ്പോൾ ടൈഗർ കൺസർവേഷനെ കുറിച്ചൊക്കെ ആൻസർ എഴുതുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഈ ഒരു ഡേറ്റ. ഓക്കെ, 75% വേൾഡ്സ് ടൈഗർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് പറയാം ഈ ഒരു ഡേറ്റ ട്രെൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. 2006 ഏകദേശം 1411 ആയിരുന്നു ഉണ്ടായിരുന്നത്. 18 ആയപ്പോഴേക്കും 2967 ആയി. പിന്നെ ഓവർ 3000 ആയി 2022. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ എഴുതാം. പിന്നെ എഴുതുമ്പോഴേക്കും യു ക്യാൻ
സജസ്റ്റ് ദീസ് ലെജിസ്ലേറ്റീവ് പ്രൊട്ടക്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ കൊണ്ടുവരാം. പിന്നെ സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് പ്രാക്ടീസസ്, ക്രിയേഷൻ ഓഫ് വൈൽഡ് ലൈഫ് കോറിഡോർസ് ടു ഹാബിറ്റാറ്റ് കണക്ടിവിറ്റി, കോഎക്സിസ്റ്റൻസ് ഓഫ് ടൈഗേഴ്സ് വിത്ത് ഹ്യൂമൻസ്, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അലൗ ഡിസ്പേഴ്സൽ ആൻഡ് ബ്രീഡിംഗ് വിത്തൗട്ട് കംപ്ലീറ്റ് എക്സ്ക്ലൂഷൻ. പിന്നെ ടൈഗർ ടാസ്ക് ഫോഴ്സ് അഡ്വക്കേറ്റഡ് ഫോർ എ സ്വിഫ്റ്റ് ഫ്രം ഫോർട്രസ് കൺസർവേഷൻ ടു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, പിന്നെ പ്രൊജക്ട് ടൈഗർ ആണ് ഇന്ത്യസ് ഫ്ലാഗ്ഷിപ്പ് കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് ആണ്. ലോഞ്ച്ഡ് ഇൻ 1973. പ്രൊജക്ട് ടൈഗർ ഈസ് ഇന്ത്യസ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എഫേർട്ട്. ഇനിഷ്യൽ കവറേജ് എന്ന് പറയുന്നത് 9 ടൈഗർ റിസർവ്സ് ആയിരുന്നു. പിന്നെ കറണ്ട് എക്സ്പാൻഷൻ ബൈ 2018 ആയപ്പോഴേക്കും project expanded to 55 tiger reserves covering 78,000 സ്ക്വയർ ഫീറ്റ്. ഏകദേശം എന്താണ് 2.38% ഓഫ് ഇന്ത്യസ് ലാൻഡ് ഏരിയയുടെ ഇത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. പിന്നെ സെൻസസ് മെത്തേഡ് നമ്മൾ നോക്കുമ്പോൾ ദ ഫസ്റ്റ് സെൻസസ് ഇൻ 1972 യൂസ് പഗ് മാർക്ക് മെത്തേഡ് വിച്ച് വാസ് അൺറിലയബിൾ. പിന്നെ മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത് ക്യാമറ ട്രാപ്സ്, അതുപോലെ തന്നെ ജനറ്റിക് സാമ്പിളിങ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ എത്രത്തോളം എണ്ണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 കുറിച്ച് നമ്മൾ പറയണം. ഈ ഒരു കൺസർവേഷൻ്റെ വെരി ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ ഒരു ആക്റ്റാണ്. ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രൊവൈഡ്സ് എ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് എസ്റ്റാബ്ലിഷ് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റാറ്റ്സ്. അതിൽ 2006 അമെൻമെൻറ്റ് വന്നു. ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ആൻഡ് എ സ്ട്രക്ചേർഡ് ടൈഗർ കൺസർവേഷൻ പ്ലാൻ. ദിസ് മാർക്ക് ദ ഷിഫ്റ്റ് ഫ്രം ഫോർട്രസ് അതായത് ഹ്യൂമൻ ആക്സസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു കൺസർവേഷനിൽ നിന്ന് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള ഒരു കൺസർവേഷൻ ഡെവലപ്ഡായി. അപ്പോൾ ടൈഗർ കൺസർവേഷനിലുള്ള ചാലഞ്ചസ് എന്താണ്? ഓക്കെ, ഒന്ന് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. അതായത് റാപ്പിഡ് ആയിട്ടുള്ള ഏർബനൈസേഷനും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സും വരുന്ന കാരണം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ടൈഗറിന് ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെയാണ്, പക്ഷേ അവർക്കിപ്പോൾ ഇങ്ങോട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള ഒരു ഏരിയയിൽ, ഈ ഒരു ഏരിയ ചിലപ്പം നടുക്കായിട്ടുള്ള ഏരിയയിൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് നടന്ന് ഹ്യൂമൻ ഹാബിറ്റായിട്ടുള്ള റീജിയനാണ്. അപ്പോൾ ആ റീജിയനിലൂടെ ടൈഗറിന് പോകാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ആണ്. ഇൻക്രീസിങ് ടൈഗർ അറ്റാക്സ് ഓൺ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഹ്യൂമൻ നിയർ ബഫർ സോൺസ്. പിന്നെ പോച്ചിങ് ആൻഡ് ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ട്രേഡ്, ഡിമാൻഡ് ഫോർ ടൈഗർ ബോഡി പാർട്സ് ഇൻ ബ്ലാക്ക് മാർക്കറ്റ്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, റൈസിങ് ടെമ്പറേച്ചേഴ്സ് ആൻഡ് ചേഞ്ചിങ് എക്കോസിസ്റ്റംസ് എഫക്ട് ടൈഗേഴ്സ് പ്രേ ആൻഡ് ഹാബിറ്റാറ്റ്. പിന്നെ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, കൺസർവേഷൻ പ്രോജക്ട്സ് സംടൈംസ് ഫേസ് റെസിസ്റ്റൻസ് ഫ്രം ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ഇതിൻ്റെ ഒരു വേ ഫോർവേഡ് നമ്മൾ നോക്കുമ്പോൾ സ്ട്രെങ്തനിങ് ഹാബിറ്റാറ്റ് പ്രൊട്ടക്ഷൻ ആണ്. അതായത് എക്സ്പാൻഡിങ് വൈൽഡ് ലൈഫ് കോറിഡേഴ്സ് ടു അലോ സേഫ് മൂവ്മെൻറ്റ് ഓഫ് ടൈഗേഴ്സ്, ഇംപ്ലിമെൻറ്റിംഗ് എക്കോ സെൻസിറ്റീവ് സോൺസ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു കൊറിഡോർ കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ മതി. അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രീൻ കൊറിഡോഴ്സും കാര്യങ്ങളും കൊണ്ടുവരാം. പിന്നെ എൻഹാൻസിങ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇൻവോൾവിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ കൺസർവേഷൻ ടു റെഡ്യൂസ് കോൺഫ്ലിക്റ്റ്, പ്രൊവൈഡിങ് ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്സ് ടു പ്രിവെൻറ്റ് ഹ്യൂമൻ ഡിപ്പെൻഡൻസ് ഓൺ ഫോറസ്റ്റ്. പിന്നെ അഡ്വാൻസ്ഡ് കൺസർവേഷൻ സ്ട്രാറ്റജീസ്, അതായത് എക്സ്പാൻഡിങ് ദ യൂസ് ഓഫ് AI ആൻഡ് ടെക്നോളജി ഫോർ ടൈഗർ മോണിറ്ററിങ്. പിന്നെ സ്ട്രെങ്തനിങ് ആൻറ്റി പോച്ചിങ് എഫേർട്സ് ത്രൂ ഇൻ്റലിജൻസ് ഷെയറിംഗ് മെക്കാനിസംസ്. പിന്നെ ലീഗൽ ആൻഡ് പോളിസി സ്ട്രെങ്തനിങ് ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വിത്ത് സ്ട്രിക്റ്റർ എൻഫോഴ്സ്മെൻറ്റ്, അലോക്കേറ്റിംഗ് മോർ ഫണ്ട്സ് ഫോർ ടൈഗർ റിസർവ്സ് ആൻഡ് കൺസർവേഷൻ പ്രോഗ്രാംസ്. പിന്നെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുന്നത് ഇന്ത്യാസ് conservation efforts are a global benchmark showcasing a balance between wildlife protection and economic development. However, sustaining this success requires continuous policy innovation, habitat conservation, and local community involvement. With the right approach, India can ensure a thriving tiger population while maintaining ecological harmony. Okay, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് IR പെർസ്പെക്റ്റീവ് തന്നെയാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ട്രംപിൻ്റെ പോളിസീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ഇന്ത്യ. ഓക്കെ, ദ റിട്ടേൺ ഓഫ് ഡൊണാൾഡ് ട്രംപ്സ് പോളിസീസ് ടു ദ White House marked by executive orders, trade restrictions, and aggressive foreign policies will significantly impact India. Trump's stance on immigration, trade, defense, and multilateral agreements poses both challenges and opportunities for India's diplomatic and economic landscape. ഓക്കെ, എന്തൊക്കെയാണ് ഈ ചാലഞ്ചസ്, എന്തൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമുക്ക് നോക്കാം.
കീ ഇംപ്ലിക്കേഷൻസ് ഓഫ് ട്രംപ്സ് പോളിസീസ് ഫോർ ഇന്ത്യ. ഒന്ന്, ഇമിഗ്രേഷൻ ക്രാക്ക് ഡൗൺ ആണ്. ചലഞ്ച് ഫോർ ഇന്ത്യൻ പ്രൊഫഷണൽസ്. സ്ട്രിക്റ്റ് വിസ നോംസ് വരും. ട്രംപ്സ് പോളിസീസ് എംഫസൈസ് ടൈറ്റൻ ബോർഡർ കൺട്രോൾസ്, സ്ട്രിക്റ്റർ H-1B വിസ റെഗുലേഷൻസ് ആൻഡ് ഇൻക്രീസ് സ്ക്രൂട്ടണി ഓൺ സ്റ്റുഡൻറ്റ് ആൻഡ് വർക്ക് വിസാസ്. പിന്നെ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ IT ആൻഡ് STEM ഗ്രാജുവേറ്റ്സ്. ഇന്ത്യൻ പ്രൊഫഷണൽസ് എസ്പെഷ്യലി ഇൻ STEM, അതായത് സയൻസ്, ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് fields may face difficulties in securing employment in the US. പിന്നെ ഡീപ്പോർട്ടേഷൻ പോളിസീസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാൻഡ്സ് ഓൺ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ സെക്യൂരിറ്റി might result in stricter deportation policies affecting undocumented Indian immigrants. പിന്നെ ഇന്ത്യസ് റെസ്പോൺസ് എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ഡൊമസ്റ്റിക് ജോബ് ക്രിയേഷൻ ആൻഡ് എൻഹാൻസിങ് ബയലാറ്ററൽ അഗ്രിമെൻറ്റ്സ് ഓൺ വർക്ക് ഫോഴ്സ് മൊബിലിറ്റിയാണ്. പിന്നെ ട്രേഡ് ആൻഡ് വെപ്പണൈസേഷൻ ഓഫ് താരിഫ്സ്. നമുക്കറിയാം, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡയ്ക്കെതിരെയൊക്കെ ട്രംപ് കുറേ ടാക്സ് ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രംപ്സ് പ്രൊട്ടക്ഷനിസ്റ്റ് എക്കണോമിക് പോളിസീസ് സച്ച് ആസ് താരിഫ് ഹൈക്സ്, വിഡ്രോവൽ ഫ്രം ട്രേഡ് അഗ്രിമെൻറ്റ്സ് ആൻഡ് അമേരിക്ക ഫസ്റ്റ് പോളിസി കുഡ് ഇമ്പാക്ട് ഇന്ത്യാസ് എക്സ്പോർട്സ്. പിന്നെ കീ ട്രേഡ് കൺസേൺസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് ആണ്. വിഡ്രോവൽ, അതായത് റിഡക്ഷൻ ഇൻ പ്രിഫറൻഷ്യൽ താരിഫ്സ് ഫോർ ഇന്ത്യൻ ഗുഡ്സ്. അതായത് നമ്മുടെ ചില ഗുഡ്സിനൊക്കെ താരിഫ് കുറച്ചായിരുന്നു, പക്ഷെ അങ്ങനത്തെയുള്ള പ്രിഫറൻസ് ഒക്കെ ഇനി മാറാൻ സാധ്യതയുണ്ട്. ഇൻക്രീസ് താരിഫ്സ് ഓൺ സ്റ്റീൽ ആൻഡ് അലുമിനിയം അഫക്റ്റിംഗ് ഇന്ത്യാസ് മാനുഫാക്ചറിങ് സെക്ടർ. US ചൈന ട്രേഡ് വാർ സ്പിൽ ഓവർ, അതായത് പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യ ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഷിഫ്റ്റിംഗ് ഫ്രം ചൈന. പിന്നെ ഇന്ത്യ സ്ട്രാറ്റജി എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് റീജിയണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ലൈക്ക് RCEP, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് ആൻഡ് ഡൈവേഴ്സിഫൈങ് എക്സ്പോർട്ട് മാർക്കറ്റ്. അത് നമുക്കറിയാം, നമുക്ക് US എന്ന് പറയുന്ന ഒരു വലിയ ലാർജ് എക്കണോമിക് അല്ലെങ്കിൽ എക്സ്പോർട്ട് മാർക്കറ്റാണ്. US മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ബാക്കി മാർക്കറ്റ്സ് കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ കൺസിഡറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രെങ്തനിങ് ക്വാഡ് അലയൻസ്, നമ്മൾ ഇന്നലെയും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ക്വാഡ് അലയൻസിൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരിക. ക്വാഡിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചിലപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവ് ചോദിക്കാം. അതിൽ ഇന്ത്യ, US, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ ആണ് ഉള്ളത്. ഓക്കെ, ട്രംപ്സ് അഡ്മിനിസ്ട്രേഷൻ സ്ട്രോങ്ലി സപ്പോർട്ടഡ് ദ ഇൻഡോ പസഫിക് സ്ട്രാറ്റജി ആൻഡ് ദ ക്വാഡ് ഗ്രൂപ്പിംഗ് ടു കൗണ്ടർ ചൈനാസ് റൈസ്. ഇമ്പാക്ട് ഓൺ ഇന്ത്യാസ് ഡിഫൻസ് സെക്ടർ എന്താണ്? ഇൻക്രീസ് ഡിഫൻസ് കോപ്പറേഷൻ ബട്ട് വിത്ത് കണ്ടീഷണൽ ടെക്നോളജി ട്രാൻസ്ഫർ. ഇപ്പോൾ ഈ ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, US ഡിഫൻസ് അഗ്രിമെൻറ്റ്സിലൊന്നും ഒരു കൺട്രിയുമായിട്ട് US അവരുടെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തില്ല. ഇപ്പം F-35 ഫൈറ്റർ ജെറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈവൻ ദേ ആർ സപ്ലൈയിങ് ഇറ്റ് ടു UK. പക്ഷേ UK കൊടുക്കുകയാണെങ്കിലും എല്ലാ ദിവസവും ഇപ്പം F-35 യൂസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ F-22 റാപ്റ്റർ പോലത്തെ ഫൈറ്റർ ജെറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് US കയ്യിൽ നിന്ന് കിട്ടണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് ആ ഒരു ജെറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും സെക്യൂർഡ് ആയിട്ടുള്ളൊരു ടെക്നോളജി ട്രാൻസ്ഫർ മെക്കാനിസമാണ് US ഫോളോ ചെയ്യുന്നത്. വൈൽ നമ്മളിപ്പോൾ റഷ്യയുമായിട്ടുള്ളൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇപ്പോൾ അവരുടെ സർവീസും അവരുടെ സുഖോയ് M30 പോലത്തെ ഫൈറ്റർ ജെറ്റ്സ്, അവർ മെയിൻ ഫൈറ്റർ ജെറ്റാണ്, ആ ജെറ്റിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈസ് ദെയർ വെൻ യു ആർ ഡീലിംഗ് വിത്ത് US. ഓക്കെ, പോസിബിൾ പുഷ് ഫോർ ആംസ് പർച്ചേസസ് അണ്ടർ ബൈ അമേരിക്കൻ ഇനിഷ്യേറ്റീവ്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വിത്ത് ചൈന ആൻഡ് പാകിസ്ഥാൻ ഇൻഫ്ലുവൻസിങ് ഇന്ത്യാസ് സെക്യൂരിറ്റി പോളിസീസ്. ഇന്ത്യാസ് അപ്രോച്ച് എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ഡൊമസ്റ്റിക് ഡിഫൻസ് പ്രൊഡക്ഷൻ, ആത്മനിർഭർ ഭാരത് ആൻഡ് ഇൻക്രീസിങ് കോപ്പറേഷൻ വിത്ത് യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ ഡിഫൻസ് പാർട്ട്നേഴ്സ്. അപ്പോൾ ഇത് ചൈന ആൻഡ് പാകിസ്ഥാൻ നോക്കിയപ്പോൾ നമുക്കറിയാം ഒരു ടെററിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള കൺട്രീസ്, അതായത് ബാംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾക്ക് ഫണ്ടിങ് ട്രംപ് കുറച്ചിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, AI ആൻഡ് ടെക്നോളജിക്കൽ കോമ്പറ്റീഷൻ, അതായത് US ഫോക്കസ് ഓൺ AI സുപ്രീമസി. ട്രംപ്സ് പോളിസീസ് എംഫസൈസ് ഡൊമസ്റ്റിക് AI ഗ്രോത്ത് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഫോറിൻ ടെക്നോളജിക്കൽ ആക്സസ്. പിന്നെ ഇമ്പാക്ട് ഓൺ ഇന്ത്യാസ് ടെക് സെക്ടർ, അതായത് പൊട്ടൻഷ്യൽ കർബ്സ് ഓൺ AI കൊളാബറേഷൻ അഫക്റ്റിംഗ് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ആൻഡ് IT ഫേംസ്. സ്ട്രിക്റ്റർ എക്സ്പോർട്ട് കൺട്രോൾസ് ഓൺ ക്രിട്ടിക്കൽ ടെക്നോളജി കമ്പോണൻസ്. ഇന്ത്യസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോൾ 10 മന്ത്സിനുള്ളിൽ ജനറേറ്റീവ് ബിൽഡ് ചെയ്യുമെന്ന് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ചൈന പോലത്തെ ഒരു രാജ്യം ഇപ്പോൾ ഡീപ് സീക്ക് പോലത്തെ
ജനറേറ്റീവ് എ ഒക്കെ കൊണ്ടുവന്നു. അപ്പം വി ഷുഡൻ ബി ലാക്കിംഗ് ബിഹൈൻഡ്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഇൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ബിയോണ്ട് US, യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ കൺട്രീസിലെ ടെക് കൊളാബറേഷൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. പിന്നെ ക്ലൈമറ്റ് പോളിസി ആൻഡ് ഗ്ലോബൽ അവയർനെസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപ്സ് പൊട്ടൻഷ്യൽ വിഡ്രോവൽ ഫ്രം ദ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സ്, പാരീസ് അഗ്രിമെൻറ്റ്, അതൊക്കെ എന്താണ് ഗ്ലോബൽ ക്ലൈമറ്റ് ഫൈനാൻസിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ട്രംപിൻ്റെ ഒരു ഐഡിയയിൽ US ഇസ് ഫണ്ടിങ് ഓൾ ദിസ്, പക്ഷേ ബാക്കി കൺട്രീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെ അവരുടെ ഷെയർ ഓഫ് ഫണ്ടിങ് ഭയങ്കര കുറവാണ്. ബട്ട് വൈ ഷുഡ് US സ്റ്റേ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അവരുടെ ഒരു വ്യൂ പോയിൻറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമുക്കൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യുന്ന ഇനിഷ്യേറ്റീവ്സിലൊക്കെ ഭയങ്കരമായിട്ട് പുറകെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യസ് റിന്യൂവബിൾ എനർജി ഗോൾസ്, എൻഷുറിങ് കണ്ടിന്യൂഡ് ഇൻവെസ്റ്റ്മെൻറ്റ് in energy projects, expanding bilateral agreements with Europe and Asian economies for climate initiatives. പിന്നെ വേ ഫോർവേഡ് നമ്മൾ നോക്കുമ്പോൾ ഡൈവേഴ്സിഫൈയിങ് ട്രേഡ് പാർട്ണർഷിപ്പാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ യൂറോപ്യൻ യൂണിയൻ, ഏഷ്യൻ, മിഡിൽ ഈസ്റ്റേൺ മാർക്കറ്റ്സിലോട്ടൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റ്. പിന്നെ സ്ട്രെങ്തനിങ് റീജിയണൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ലൈക്ക് RCEP ആൻഡ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്. പിന്നെ ഡൊമസ്റ്റിക് ഇന്നോവേഷൻ കൂട്ടുക, അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഗ്രീൻ ടെക്നോളജിയിലൊക്കെ US ഡിപ്പെൻഡൻസി കുറച്ചിട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക. സ്ട്രെങ്തനിങ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഇൻ റിസർച്ച് ആൻഡ് ടെക്നോളജി. പിന്നെ സ്ട്രെങ്തനിങ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ്, എൻഹാൻസിങ് ഇന്ത്യസ് റോൾ ഇൻ മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ ലൈക്ക് ദ UN, WTO ആൻഡ് G20. മെയിൻറ്റെയിനിങ് സ്ട്രാറ്റജിക് ഓട്ടോണോമി ഇൻ ഡിഫൻസ് ആൻഡ് ഫോറിൻ പോളിസി. പിന്നെ മൈഗ്രേറ്റിംഗ് വിസ ആൻഡ് ഇമിഗ്രേഷൻ ഇമ്പാക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യൻ ടെക് സെക്ടറിൽ കൂട്ടാനായിട്ട് നോക്കണം. എൻഗേജിങ് ഇൻ ഡിപ്ലോമാറ്റിക് നെഗോസിയേഷൻസ് ടു സെക്യൂർ ബെറ്റർ വർക്ക് വിസ അഗ്രിമെൻറ്റ്സ്. കൺക്ലൂഷൻ നമ്മൾ പറയുമ്പോൾ റിട്ടേൺ ഓഫ് ട്രംപ്സ് പോളിസീസ് വിൽ ബ്രിങ് ബോത്ത് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യ. Proactive policy adjustments, strategic economic planning and enhanced diplomatic engagements will be crucial for India to navigate the evolving global order under Trump America. Okay, while strengthening its domestic economy, diversifying trade and investing in technology, India can maintain economic stability and global influence in the years ahead. Okay. നമ്മൾ നെക്സ്റ്റ് ന്യൂസ് നോക്കുന്നത് മ്യാൻമർ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മ്യാൻമർ ദ സിക്ക് മാൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഹാസ് ബീൻ ഇൻ ടേർമോയിൽ സിൻസ് ദ മിലിറ്ററി കൂപ്പ് ഓഫ് February 1st, 2021. The coup led to widespread protest, economic collapse and a worsening humanitarian crisis. While the international community initially condemned the military takeover, global and regional responses have largely been ineffective. The crisis continues to destabilize Myanmar with implications for its neighbors including China, India and ASEAN nations. Historical background നമ്മൾ നോക്കുമ്പോൾ Myanmar has been under military rule for most of its post-independence history. The military known as the Tatmadaw ruled the country from 1962 until 2011. 2011 semi-democratic transition നടന്നു, leading to the victory of National League for Democracy in 2015. Aung San Suu Kyi ആണ് the leader of the NLD, became the de facto civilian leader, but the military retained significant power under the 2008 constitution. പിന്നെ 2020 ജനറൽ ഇലക്ഷൻസിൽ NLD ലാൻഡ്സ്ലൈഡ് വിക്ടറി കൊണ്ടുവന്നു. പക്ഷേ എന്തു പറ്റി, അത് മിലിറ്ററി അക്സെപ്റ്റ് ചെയ്തു. In February 1st, 2021, the military staged a coup citing election fraud and detain Aung San Suu Kyi and other leaders. ഓക്കെ, അപ്പം ക്രൈസിസിൻ്റെ കോസസ് എന്ന് പറയുന്നത് മിലിറ്ററി റിട്ടൻഷൻ ഓഫ് പവറാണ്. ഡിസ്പൈറ്റ് ഡെമോക്രാറ്റിക് റിഫോംസ്, Tatmadaw remained politically and economically dominant. In 2018, Constitution reserved 85% of parliamentary seats to military, ensuring veto power over constitutional changes. പിന്നെ ഇറോഷൻ ഓഫ് സിവിൽ ലിബർട്ടീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ്, അതായത് മിലിറ്ററി ക്രാക്ക് ഡൗൺ ഓൺ പ്രൊട്ടസ്റ്റ് വിത്ത് ഫോഴ്സ് ലീഡിങ് ടു തൗസൻഡ്സ് ഓഫ് ഡെത്ത്സ്, ആർബിട്രറി അറസ്റ്റ്, ഇന്റർണൽ ഷട്ട്ഡൗൺസ് ആൻഡ് മീഡിയ സപ്രഷൻ ബിക്കെയിം വൈഡ് സ്പ്രെഡ്. പിന്നെ റൈസ് ഓഫ് ആംഡ് റെസിസ്റ്റൻസ് ആൻഡ് സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ. പ്രോ ഡെമോക്രസി ഗ്രൂപ്പ്സ് ആൻഡ് എത്നിക് മിലിഷ്യാസ് ഫോംഡ് the People's Defense Forces to counter the military.
The country has witnessed increased armed conflicts leading to worsening security situation. പിന്നെ എക്കണോമിക് കൊളാപ്സ് ആൻഡ് സാങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് ഇമ്പോസ് സാങ്ഷൻസ് ഫർദർ ക്രിപ്ലിംഗ് മ്യാൻമേഴ്സ് എക്കണോമി അതായത് മ്യാൻമറിൻ്റെ കറൻസി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വാല്യൂ കുറഞ്ഞു. നമുക്കിപ്പോൾ മ്യാൻമറിൽ പോയി കഴിഞ്ഞാൽ ഒരു പെട്ടിക്കണക്കിനൊക്കെ പൈസ വേണം, ഒരു 100 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ മൂല്യം ഇടിഞ്ഞു. ഇൻഎഫക്റ്റീവ്നെസ് ഓഫ് റീജിയണൽ ആൻഡ് ഗ്ലോബൽ ഇൻ്റർവെൻഷൻസ്. ASEAN's 5-point consensus has failed to pressure the military. When the UN Security Council remains divided, with the China and Russia blocking strong measures. ഓക്കെ, ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഇൻ മ്യാൻമർ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺട്രിയിൽ ഫുൾ കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് മിലിറ്ററിക്ക് പറ്റിയിട്ടില്ല. എത്നിക് ആംഡ് ഗ്രൂപ്പ്സ് ആൻഡ് റെസിസ്റ്റൻസ് ഫൈറ്റേഴ്സ് നൗ കൺട്രോൾ സിഗ്നിഫിക്കൻറ്റ് പാർട്സ് ഓഫ് മ്യാൻമർ. ഏകദേശം 2.6 മില്യൺ പീപ്പിളാണ് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത് വയലൻസ് കാരണം. ഇൻ്റർനെറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ട്രാവൽ ബാൻസും സെൻസർഷിപ്പും ഉണ്ട്. ഏഷ്യൻ ആൻഡ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി സ്ട്രഗിൾ ടു മീഡിയേറ്റ് എ റെസൊല്യൂഷൻ. ഓക്കെ, അപ്പം റീജിയണൽ പ്ലേയേഴ്സിൻ്റെ ഒരു റോൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏഷ്യൻസ് റെസ്പോൺസ്, അതായത് അഡോപ്റ്റഡ് ദ 5-point consensus in April 2021 calling for an end to the violence, dialogue among all parties and humanitarian aid. പക്ഷേ ഏഷ്യാൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര വീക്കാണ്. അത് മെമ്പർ കൺട്രീസിലുള്ളൊരു യൂണിറ്റി ഇല്ല. പിന്നെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് കൺട്രീസ് ലൈക്ക് തായ്ലാൻഡ് ആൻഡ് വിയറ്റ്നാം ഇൻ മ്യാൻമർ, മിലിറ്ററീസ് റെഫ്യൂസൽ ടു എൻഗേജ്ഡ് ഇൻ ഡയലോഗ്. പിന്നെ ചൈനാസ് ഇൻട്രസ്റ്റ് ഇൻ മ്യാൻമർ നമ്മൾ അറിഞ്ഞിരിക്കണം. China maintains ties with the military and opposition groups to secure its economic and strategic interest. അതായത് ചൈനാസ് വേ ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് മ്യാൻമറാണ്. ഓക്കെ, അപ്പോൾ ചൈന മ്യാൻമർ എക്കണോമിക് കൊറിഡോർ വിച്ച് കണക്ട്സ് യുവാൻ പ്രൊവിൻസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ. പിന്നെ ഇൻഫ്ലുവൻസ് ഓവർ എത്നിക് ആംഡ് ഗ്രൂപ്പ്സ് ഇൻ ബോർഡർ റീജിയൻസ്, ആക്സസ് ടു മ്യാൻമേഴ്സ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉള്ള കാരണം ചൈനയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. പിന്നെ യുണൈറ്റഡ് നേഷൻസും വെസ്റ്റേൺ സാങ്ഷൻസും നമ്മൾ നോക്കുകയാണെങ്കിൽ UN has condemned the coup but lacks enforcement mechanisms. The US, European Union and UK have imposed targeted sanctions on military leaders and state-owned enterprises. പക്ഷേ ചൈന ആൻഡ് റഷ്യ എന്ന് പറയുന്നത് മ്യാൻമറിൻ്റെ ജുണ്ടാനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ UN റെസൊല്യൂഷനെ അവർക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്ത്യാസ് ഡിലിമ ആൻഡ് അപ്രോച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ മ്യാൻമർ എഫക്ട്സ് ഇന്ത്യാസ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഇൻക്രീസിംഗ് ക്രോസ് ബോർഡർ ഇൻസർജൻസീസ്. ആംഡ് ഗ്രൂപ്പ്സ് യൂസ് മ്യാൻമേഴ്സ് പോറസ് ബോർഡേഴ്സ് ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ഷെൽട്ടർ. ഓക്കെ, എക്കണോമിക് ആൻഡ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യാസ് കാൽഡൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് ആൻഡ് ആക്ട് ഈസ്റ്റ് പോളിസി ഡിപ്പെൻഡ് ഓൺ മ്യാൻമേഴ്സ് സ്റ്റെബിലിറ്റി. India has energy and infrastructure investments in Myanmar. Diplomatic Balance Act എന്ന് പറയുമ്പോൾ India has not fully condemned the coup but has urged for peaceful resolution. India humanitarian aid പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജുണ്ടയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ സപ്പോർട്ട് എന്ന രീതിയിൽ. ഇന്ത്യയിലുള്ള ഇമ്പാക്റ്റ് എന്താണ്? ഒന്ന്, റെഫ്യൂജി ക്രൈസിസ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റിയാണ്. നമുക്ക് മ്യാൻമർ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയൻസിൽ ഒത്തിരി പോറസ് ബോർഡേഴ്സ് ഉണ്ട്, അതായത് പ്രോപ്പറായിട്ട് ഒരു ഫെൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ബോർഡറാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് റെഫ്യൂജീസ് മ്യാൻമറിൽ നിന്ന് മിസോറാം, മണിപ്പൂർ പോലത്തെ സ്റ്റേറ്റ്സിലോട്ട് വരും. ഓക്കെ, പിന്നെ എക്കണോമിക് കോൺസിക്വൻസസ് എന്ന് പറയുമ്പോൾ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യാൻമർ ഡിസർപ്റ്റഡ് ആവും, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൽ ഡിലേ വരും. പിന്നെ ജിയോ പൊളിറ്റിക്കൽ കൺസിഡറേഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ നീഡ്സ് മ്യാൻമർ ഫോർ ഇറ്റ്സ് ആക്ട് ഈസ്റ്റ് പോളിസി ആൻഡ് കണക്ടിവിറ്റി വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. എ സ്ട്രോങ്ങർ ചൈനീസ് ഇൻഫ്ലുവൻസ് ഇൻ മ്യാൻമർ കുഡ് ചാലഞ്ച് ഇന്ത്യാസ് റീജിയണൽ പ്രസൻസ്. ഓക്കെ, അത് ഒരു ഭയങ്കര വലിയ പ്രോബ്ലമാണ്. അപ്പോൾ പോസിബിൾ സൊല്യൂഷൻസ് ആൻഡ് വേ ഫോർവേഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാൻ്റെ റോള് നമുക്ക് ഇവിടെ സ്ട്രെങ്തൻ ചെയ്യണം. ഏഷ്യൻ മസ്റ്റ് ഇൻക്രീസ് ഡിപ്ലോമാറ്റിക് പ്രഷർ ആൻഡ് കൺസിഡർ ടാർഗറ്റഡ് എക്കണോമിക് സാങ്ഷൻസ്. റീജിയണൽ ആക്ടേഴ്സ് ലൈക്ക് ഇന്തോനേഷ്യ, മലേഷ്യ ആൻഡ് സിംഗപ്പൂർ ഷുഡ് ടേക്ക് ദ ലീഡ് ഇൻ പീസ് നെഗോസിയേഷൻസ്. പിന്നെ എൻകറേജിങ് ഇൻക്ലൂസീവ് ഡയലോഗാണ്. നാഷണൽ യൂണിറ്റി ഗവൺമെൻറ്, എത്നിക് ഗ്രൂപ്പ്സ് ആൻഡ് മിലിറ്ററി മസ്റ്റ് ബി ബ്രോട്ട് ടു ദ നെഗോസിയേഷൻ ടേബിൾസ്. അതിൽ UN ഇന്ത്യ പോലത്തെ ആൾക്കാർ മീഡിയേറ്റേഴ്സായിട്ട് വരണം. പിന്നെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് എയ്ഡ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ആൻഡ് വിക്ടംസ് ഓഫ് വയലൻസ്. ഇന്ത്യ, ASEAN ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഷുഡ് കോർഡിനേറ്റ് ഫുഡ്, മെഡിസിൻ ആൻഡ് റെഫ്യൂജി സപ്പോർട്ട് പ്രോഗ്രാംസ്. പിന്നെ പോളിസി അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഷുഡ് എൻഗേജ് വിത്ത് ബോത്ത് മിലിറ്ററി ആൻഡ് ദ ഓപ്പോസിഷൻ ടു മെയിൻറ്റെയിൻ എ സ്ട്രാറ്റജിക് ലെവറേജ്. കാരണം ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല.
Border security must be strengthened to control insurgent activities. Investment protection measures should be in place to secure ongoing projects. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മ്യാൻമർ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്കുള്ള ന്യൂസ്. പിന്നെ നമുക്കറിയാം ഇപ്രാവശ്യത്തെ DNA എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് ആയിപ്പോയി, കുറച്ചുകൂടെ മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇപ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.